അയാളെയും കൂടെ വരുന്ന പോലീസുകാരൻ കണ്ട നിന്റെ മുട്ടിടിക്കും. കുഞ്ഞിനെ മുന്നിൽ നിർത്തി വിശ്വനാഥനോട് വിലപേശാൻ കൂടെ നിൽക്കാമെന്ന് ചെവള കാർത്തിയായനിയോട് പറയുന്നു. നിനക്കിപ്പോ വേണ്ടത് കൂടെ നിൽക്കാൻ മനക്കരുത്തുള്ള ഒരുത്തനടി. തിരുവനന്തപുരത്തേക്ക് കാർത്തിയായനെ അവിടെ കൊണ്ടുപോകൂ. അർച്ചനയ്ക്ക് വേണ്ടി കാർത്തിയായനിയെ പിന്തുടരുമെന്ന് രാജപ്പൻ. അവളുടെ പിന്നാലെ ഞാനും ഉണ്ടാവും. എന്റെ കയ്യിൽ നിന്ന് അവളെ അവൻ കൊണ്ടുപോകും ചെയ്യും. ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും ചെവളയെ പുറത്താക്കണമെന്ന് ആംബ്രോസ്. അർച്ചന മാത്രമല്ല, ചന്ദ്രികയെയും ലക്ഷ്യമിട്ടാണ് വന്നതെന്ന് ചെവള. നിന്നെയും കണ്ടിട്ടടി ഞാൻ വന്നത്. കുറച്ച് ബുദ്ധി കാണിച്ച ഞാൻ പോയാലും നിനക്കും പിള്ളേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ അയച്ചു. നീ ആലോചിച്ച് നോക്ക്. പിന്നെ തലക്കറി വെക്കാൻ നിനക്കറിയോടി? ആ, കൊള്ളാമെങ്കിൽ തല കളയണ്ട. എനിക്ക് തലക്കറി വലിയ ഇഷ്ടമാണ്. പക്ഷെ നല്ല എരിവ് വേണം. കുരുമുളക് കൂട്ടി അരച്ചോ. ഒരു 2 കുടം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചോ. നിന്റെ കൈപ്പുണ്യം ഞാനൊന്ന് നോക്കട്ടെ. എന്താ ചേച്ചി? എന്താന്നോ, നീ ഒരു കൂടപ്പറപ്പാണോടാ? നിന്റെ കാർത്തി ചേച്ചി ഇവിടെ തെമ്മാടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അത് ചേച്ചി, നിനക്ക് നിന്റെ കൂടപ്പറപ്പാണ് വലുത് അതോ കാർത്തിയാനിയോ? ഞാനും എന്റെ പിള്ളേരുമാണ് വലുതെങ്കിൽ ആ തെമ്മാടി ഇവിടുന്ന് ഇറക്കി വിടണം. നിനക്കതിന് പറ്റുമെന്നേ എനിക്കറിയേണ്ടത്. ഞാൻ വരാം ചേച്ചി. നീ വന്നില്ലെങ്കിൽ ഞാനും എന്റെ പിള്ളേരും പിന്നെ ഉണ്ടാവില്ല. ഞാൻ എന്ത് ദ്രോഹാണ് നിന്നോടൊക്കെ ചെയ്തത്? നിനക്കോ വീട്ടുകാർക്കോ ഒരു ശല്യത്തിന് ഞാനോ എന്റെ മക്കളോ വന്നിട്ടുണ്ടോ? ഒരു സഹോദരനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്. നീ ഒരുത്തന എല്ലാത്തിനും കാരണം. നിനക്ക് കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ പിഴച്ച ഒരു പെണ്ണിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുവോ? നീ എന്തിനാ അവളെ എന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചത്? ഇപ്പോ അവളുടെ പിന്നാലെ മറ്റൊരുത്തിനും കൂടി കയറി വന്നിരിക്കുന്നു. ഈ 2 മരണങ്ങളെയും കൂടി സഹിക്കാൻ എനിക്കിനി വയ്യ. ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാം. ഒഴികടി. എടി, കറുത്ത മുഖത്തോടെ വിളമ്പാടി. എന്റെ മുഖം ഇങ്ങനെ ഇരിക്കും. അതാടി, നിന്റെ കെട്ടിയോ മരിച്ച പിന്നെ നീ ചിരിച്ചിട്ടില്ലേ? വേണേ കഴിച്ചിട്ട് എണീറ്റ് പോകും. നിർത്തടി. പട്ടിയോട് പറയുന്ന പോലെ എന്നോട് പറയുന്നു. എടുത്തതിന്റെ മോന്തക്കറി ഞാൻ. നീയും നിന്റെ മക്കളും 4 നേരം വെട്ടി വീഴുന്ന എന്റെ കാശുകൊണ്ടാ. എന്നിട്ട് അവളുടെ ഒരു ഔദാര്യം കാണിപ്പ്. അവിടെ കടി. നിനക്കെന്നാടി പറഞ്ഞ സൂചിച്ചില്ലേ? വെറുതെ മെനക്കെടുത്താതെ നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ എന്നെ അർച്ചനെ വിളിച്ചോണ്ടോ? പോയി വിളിച്ചോണ്ടാടി. ഇവർക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. കൂടെ കൊണ്ടുപോയാ അടുക്കളപ്പണി നടക്കും. നീ കൂടി ഇരിക്കെ, കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. പിന്നെ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തിനാ? എന്തിനാന്നോ? നിന്നെ ഒന്ന് കാണിക്കാനാ. പോകേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ. അതെന്താ? കുറച്ച് മുമ്പേ പോയി ഡോക്ടറെ കാണുന്നുണ്ടെന്താ കുഴപ്പം? ഞാൻ വരില്ല. അതെന്താ? കാർത്തു ചേച്ചി വന്നിട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ പോവും. നീ എനിക്കൊരു അവസരം താടി. നിന്റെ കൊച്ചിന്റെ തന്തയാകാൻ പോകുന്നല്ലേ ഞാൻ. കാർത്തു ചേച്ചി വരട്ടെ. ഓ, അപ്പൊ അവളില്ലാതെ നീ വരില്ലേ? ഇല്ല. എവിടെ നടി? കാർത്തിയാനി ഈ പെണ്ണിനെ വശത്താക്കി വെച്ചിരിക്കല്ലേ? ആ, എടുത്ത് മാറ്റതൊക്കെ എനിക്ക് മതി. ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ ഈശ്വര.
അയ്യോ എന്താ മോളെ മോളെ അയ്യോ என்னோட வயிறு வலிக்கிற மாதிரி தோணுது எனக்கு கொஞ்சம் தண்ணி வேணும் ആ ഇപ്പൊ എടുക്കാം ഇപ്പൊ എടുത്തു തരാം தண்ணி അയ്യോ അയ്യോ മോളെ എഴുന്നേക്ക് മോളെ വാ, എഴുന്നേക്ക് എഴുന്നേക്ക് മോളെ என்னால முடியாது അയ്യോ ഈശ്വരാ. അയ്യോ പെട്ടെന്ന് പിടിക്ക് വേഗം എടുത്തോ എടുത്തോ വേഗം പിടിക്ക് പതുക്കെ. എന്ത് പറ്റിയതാ? ഉരുണ്ട് വീണതാ സാറേ. നിങ്ങൾ അത് നോക്കി നിന്നോ? എന്റെ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. വെള്ളം ചോദിച്ചപ്പോ എടുക്കാൻ പോയതാ മോളെ. അയ്യോ കരയാതെ മോളെ, കരയാതെ കരയാതെ. എന്റെ ഈശ്വരാ. അയ്യോ മോളെ കരയില്ലേ മോളെ. കിടന്നു കിടന്നു. ശോ എനിക്ക് വയ്യേ. അയ്യോ എന്താ സംഭവിച്ചത്? കട്ടിലിൽ നിന്ന് ഉരുണ്ട് വീണതാ ഡോക്ടറെ. ഓ മൈ ഗോഡ്. ആ പുറത്തേക്ക് നാളെ വിളിക്കാം. ഓ പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് മാറ്റണം. ഉടനെ സിസേറിയൻ വേണ്ടി വരും. വേണ്ടപ്പെട്ടവരാരാന്ന് വെച്ചാൽ വിളിച്ചു പറയാം. ശരി ഡോക്ടർ. അയ്യോ മോളെ, അയ്യോ മോളെ. എന്താ ജെയിംസ്? ബെഡിൽ നിന്ന് വീണ കാര്യം താൻ ആരോടും പറയണ്ട. അവളെ ഇപ്പോ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സർ. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. താൻ അവിടെ വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നോക്കി ചെയ്യണം. സർ. നിങ്ങൾക്ക് രാത്രി അവിടെ താമസിച്ചിട്ട് രാവിലെ പുറപ്പെട്ടാ പോരായിരുന്നോ? രാത്രി വണ്ടി ഓടിച്ചു വന്നത് ഒട്ടും ശരിയായില്ല മോളെ. രാത്രി ഡ്രൈവ് ചെയ്യുന്നത് അസുഖമെന്ന് സുധിയ പറഞ്ഞത്. റോഡിലപ്പോ ബ്ലോക്കൊന്നും കാണില്ലെന്നും പറഞ്ഞാ പുറപ്പെട്ടത്. പക്ഷേ കുറച്ചു ദൂരം വന്നപ്പോൾ റോഡ് കാണാൻ പോലും പറ്റാത്ത വിധം മഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വിഷമിച്ചു. എനിക്ക് കേക്കണ്ട. രാവിലെ വന്നാ മതിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്ക് നിങ്ങൾ കേക്കില്ലല്ലോ. അമ്മയുടെ വാക്കിന്റെ വില സുധി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അതുപോലൊരു ക്ലൈമറ്റില് കുഞ്ഞുമായി എങ്ങനെ കഴിയാനാ? അവിടെ ഒരു രാത്രി കഴിച്ചു കൂട്ടുമ്പോ അത് മനസ്സിലാവും. എനിക്കിപ്പോ തോന്നുന്നത് എറണാകുളത്തൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ കഴിയുന്നതാ നിങ്ങൾക്ക് നല്ലതെന്നാ. നീയും കുഞ്ഞും അവിടെയുള്ള വിവരം വേറെ ആരും അറിയില്ല. അത് വേണ്ടമ്മേ. എനിക്ക് കുഞ്ഞുമായി ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കണം. ഫൈസി വിളിച്ചിരുന്നു. എന്താ സുധി വിശേഷം? അമ്മാളുവിന്റെ സിസേറിയൻ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോ കുഞ്ഞിനെ ഇന്ന് കൈ കിട്ടോ? കിട്ടും. ദൈവമേ, ഒരാപത്തും കൂടാതെ എല്ലാം നന്നായി നടന്നാ മതിയായിരുന്നു. ആ ഫൈസി പറയ്. ശരി, ഞങ്ങൾ വന്നോളാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ കൂടി വന്നാലോ മോളെ? വേണ്ടമ്മേ. കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് അമ്മ വന്നാ മതി. ആ, ഞാൻ വിളിക്കാം. ശരി. സുധി, നമുക്ക് പോവാല്ലേ? ആ, അത് പറയാനാ ഫൈസി വീണ്ടും വിളിച്ചത്. എന്താ, അത് മാറ്റിവെച്ചോ? സിസേറിയൻ ഇന്ന് തന്നെ ഉണ്ടാവും. അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലരുതെന്ന് ഫൈസി കർശനമായിട്ട് പറഞ്ഞു. നമ്മുടെ കുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നത്. സമാധാനത്തോടെ നമ്മൾ എങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് പോയേ തീരൂ. നിരഞ്ജന അത് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഫൈസി അത് വിലക്കിയത്. ഫൈസി പറഞ്ഞത് പലപ്പോഴും നിരഞ്ജന കേൾക്കാതിരുന്നിട്ടുണ്ട്. ഇത് അവസാന സമയം. കുറച്ച് സമയം കൂടി താൻ ക്ഷമിച്ചേ പറ്റൂ. ഫൈസിയുടെ കോള് വന്നിട്ടേ നമ്മൾ പുറപ്പെടാവുള്ളൂ എന്നാ പറഞ്ഞത്. ലേബർ റൂമിന് മുന്നിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അവരുടെ ചോദ്യത്തിന് നമ്മൾ എന്ത് മറുപടി പറയും? എന്തിനു വന്നെന്ന് പറയും?
വർമ്മ സാറ് വിവരം അറിയാതിരിക്കില്ല. അയാൾ ഏർപ്പാടാക്കി ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. സുധി ഒരു കാര്യം ചെയ്യും, നമ്മളെ ഏർപ്പാടാക്കിയ ഹോസ്പിറ്റലിൽ വിളിച്ച് കുഞ്ഞിനെ ഉടനെ കൊണ്ടുവരുമെന്ന് പറ. എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞിനെ അവിടെ എത്തിച്ചാൽ മാത്രം മതി. സുധി, അമ്മാളുവിന്റെ മുഖം ഇപ്പൊ എന്റെ മനസ്സിൽ. ഇപ്പോ സിസേറിയൻ കഴിഞ്ഞു കാണുമല്ലേ? ലേബർ റൂമിലേക്ക് ഉടനെ കൊണ്ടുപോകുന്ന ഫൈസി പറഞ്ഞത്. താൻ ഇങ്ങനെ അപ്സെറ്റ് ആവാതിരിക്കെ. എന്താ ജയന്തി? വിശ്വേട്ടാ, ഇന്ന് ആ പെൺകുട്ടിയുടെ സിസേറിയൻ നടക്കും. ജയന്തി എങ്ങനെ അറിഞ്ഞു? ഫൈസി സുധിയെ വിളിച്ചു പറഞ്ഞു. ഫൈസി സുധി എപ്പോഴാ വിളിച്ചത്? അതേ സമയമായോ? ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. സിസേറിയൻ കഴിഞ്ഞ ഉടൻ കുഞ്ഞിനെ കൈയിൽ കിട്ടും. സുധിയും നിരഞ്ജനയും ഉടനെ അങ്ങോട്ട് പോവും. അവരോട് ഹോസ്പിറ്റലിൽ ചെന്ന് കയറരുതെന്ന് പറഞ്ഞേക്കാം. വേണ്ടതൊക്കെ ഫൈസി ചെയ്തോളും. ശരി വിശ്വേട്ടാ, പറയാം. മോളെ, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ചെന്നാ മതി എന്നല്ലേ ഫൈസി പറഞ്ഞത്? അതെ. വിളിക്കാതെ നിങ്ങൾ പോവരുത്. ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല, പ്രത്യേകിച്ച് വർമ്മ സാറിന്. മോളുടെ ടെൻഷനൊക്കെ അമ്മയ്ക്ക് അറിയാം, എനിക്കും അതുണ്ട്. എനിക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. എന്റെ എല്ലാ പ്രതീക്ഷയും ആ കുഞ്ഞ്. പെട്ടെന്ന് സിസേറിയൻ നടത്താൻ തീരുമാനിച്ചതിന്റെ പിന്നെ എന്തേലും കാരണം ഉണ്ടാവില്ലേ? അവളുടെ ആരോഗ്യനില വഷളായിട്ടുണ്ടാവും. അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാനുണ്ടാവില്ല. അങ്ങനൊന്നും പറയല്ലേ മോളെ. നിന്റെ ഈ ടെൻഷൻ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. എല്ലാം വിധി പോലല്ലേ നടക്കൂ. ഫൈസി വിളിച്ചോ? താനൊന്നും ടെൻഷൻ ആവാതിരിക്കെ. അവളെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ. എമർജൻസി കേസല്ലേ, അതിനധികം സമയമൊന്നും വേണ്ടി വരില്ല. എനിക്കിവിടെ ഇരിക്കാൻ വയ്യ സുധി. ഫൈസിയുടെ കോള് വരാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. നിരഞ്ജന ഇവിടുന്ന് പോവില്ല. ഇത്രയും കാലം കാത്തിരിക്കാമെങ്കിൽ 1-2 മണിക്കൂർ കൂടി തള്ളി നീക്കാനും കഴിയണം. ഇപ്പൊ ഫൈസി പറയുന്നത് മാത്രം നമ്മൾ അനുസരിക്കുക. കുഞ്ഞിനെ കൈ കിട്ടാനുള്ള തിടുക്കം കൊണ്ടല്ല സുധി. അതിനെത്ര ദിവസം കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. അമ്മാളുവിനെ കുറിച്ചുള്ള പേടി എനിക്ക്. സിസേറിയൻ പെട്ടെന്ന് തീരുമാനിച്ചപ്പോ തുടങ്ങിയതാ അത്. അതിൽ പേടിക്കാനായിട്ട് ഞാനൊന്നും കാണുന്നില്ല. ഡേറ്റിന് ഒരു ദിവസം മുമ്പേ ഡെലിവറി നടക്കാറില്ലേ? സുധി ഒരു കാര്യം ചെയ്യ്, ഫൈസി ഒന്നുകൂടി വിളിക്കാം പ്ലീസ്. ഒന്ന് വിളിക്ക് സുധി. അത് വേണോ? ആവശ്യക്കാർ നമ്മളായിപ്പോയില്ലേ, പ്ലീസ് വിളിക്ക് സുധി. ഹലോ സുധി. ഫൈസി, നിരഞ്ജന ആകെ ടെൻഷനില്ല. അതെനിക്കറിയില്ലേ. എന്തായി ഫൈസി? സിസേറിയൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ വിളിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. വേറെയും കേസുകളുണ്ട്. ലേബർ റൂമിന് മുന്നിൽ നിറയെ ആളുകളാ. ശരി. ഏറിയാൽ 1 മണിക്കൂർ. അതുവരെ അവളെ ഒന്ന് പിടിച്ചിരുത്ത്. ഫൈസി വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂ. ശരി എന്നാ. എന്തായി സുധി? സിസേറിയൻ തുടങ്ങിക്കഴിഞ്ഞു. ഈശ്വര,
ഹോസ്പിറ്റലിൽ ചെല്ലരുതെന്നല്ലേ ഫൈസി പറഞ്ഞുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്ത് വെയിറ്റ് ചെയ്യാം. വിളിച്ചിട്ട് ഇറങ്ങുന്നല്ലേ നിരഞ്ജന നല്ലത്. സുധി ഒന്ന് വാ, ഹോസ്പിറ്റലിന്റെ വെളിയിൽ നമുക്ക് കാറിലിരിക്കാം. ഇവിടെ ഇരുന്നാ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. വാ സുധി, ഒന്ന് വാ വാ. കാര്യമായ വീഴ്ചയല്ലെന്നാ തോന്നുന്നത്. വീണതെങ്ങനെയെന്ന് തങ്കമ്മയും കണ്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ ചരിഞ്ഞ കടന്നിരുന്നത്. വയറ് തട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇതുവരെ തന്നോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിരഞ്ജനയ്ക്കും സുധിക്കുക. അവർക്കെന്തിനാ സർ ഇങ്ങനെ ഒരു കുഞ്ഞ്? നിരഞ്ജനയുടെ ഒരു കസിന് വേണ്ടിയാ. അവർക്ക് പ്രായം 40 കഴിഞ്ഞു, കുട്ടികളില്ല. ഡൽഹിയിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കൈമാറ്റം വളരെ രഹസ്യമാണ്. ജെയിംസിന്റെ മനസ്സിൽ നിന്ന് ഇത് പുറത്തു പോകരുത്. ഇല്ല സർ. പിന്നെ കുഞ്ഞിനെ താൻ രഹസ്യമായിട്ട് പുറത്തെത്തിക്കണം. അവിടെ തന്നെയും കാത്ത് സുധിയും നിരഞ്ജനയും ഉണ്ടാവും. സർ, എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു കിട്ടിയാ തനിക്കും ഗുണമുണ്ടാവും. സർ. ഈ റോഡിന്റെ മറുഭാഗത്താ ഹോസ്പിറ്റലിലേക്കുള്ള ഗേറ്റ്. 2 മിനിറ്റ് മതി ഇവിടെ എത്താൻ. ഇവിടെ വരാനാണോ ഫൈസി പറഞ്ഞത്? അതെ. ഈ കാത്തുനിപ്പാ സഹിക്കാൻ വയ്യാത്തത്. കുഞ്ഞിനെ എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നേ? ഫൈസി അതിനൊരു ആംബുലൻസ് ഏർപ്പാടാക്കി കാണും. നിരഞ്ജന അതിൽ കയറണം. ഞാൻ പിന്നാലെ വരാം. ആ ഹോസ്പിറ്റലിൽ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ നിൽക്കേ. ആരാ ഫൈസൽ? ഞാനാ. സിസേറിയൻ കഴിഞ്ഞു. നിങ്ങളോട് മാഡത്തിനെ ചെന്ന് കാണാൻ പറഞ്ഞു. മാഡം അകത്തുണ്ട്. ഞാൻ ആ ഡോക്ടറെ ഒന്ന് കാണട്ടെ. ശരി സർ. കഴിഞ്ഞില്ലേ മാഡം? കഴിഞ്ഞു. സത്യം പറഞ്ഞ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാനാവില്ലെന്നാ ഞാൻ കരുതിയത്. വീഴ്ച നിസ്സാരമായിരുന്നില്ല. ഭാഗ്യം തുണച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാ അമ്മയെ രക്ഷിക്കാനായത്. അപ്പൊ കുഞ്ഞ്? സോറി, കുഞ്ഞ് മരിച്ചുപോയി. മാഡം, പുറത്തെടുക്കുമ്പോ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ല. ഇനി അബോർഷൻ കഴിഞ്ഞു എന്ന് കരുതി ആശ്വസിക്കുന്ന നല്ലത്. എന്തായാലും അവൾക്ക് ആ കുഞ്ഞിനെ വളർത്താൻ കഴിയില്ലല്ലോ. കുഞ്ഞ് ജീവിച്ചിരുന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. എല്ലാം പരിഹരിച്ചു എന്ന് വേണം കരുതാൻ. വർമ്മ സാറിനെ വിളിച്ച് ഞാൻ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി, കാണാം. ജെയിംസ്, എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞു. എന്താ സാറേ? കുഞ്ഞു മരിച്ചു. വീഴ്ചയിൽ സംഭവിച്ച മരണമാണെന്ന് ആരും അറിയാൻ പാടില്ല. ചിലപ്പോ നിരഞ്ജന ജെയിംസിനെ കാണാൻ വരും. ദേ, സുധിയ. അവരോട് എന്ത് പറയാനാ? ഹലോ സുധി. ക്ഷമ കിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. നിങ്ങൾ ഹോസ്പിറ്റലിലുണ്ടോ? ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. ഫൈസി വന്ന് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തുണ്ട്. ഹോസ്പിറ്റലിന്റെ പിന്നിലെ റോഡിലാ. അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ശരി. എന്താ പറഞ്ഞേ? ഫൈസി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. സിസേറിയൻ കഴിഞ്ഞെന്ന് പറഞ്ഞോ? ഫൈസി വരുന്നെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ദൈവമേ, കുഞ്ഞുമായിട്ടാവും അപ്പൊ ഫൈസി വരുന്നത്. തന്റെ മുഖം വിടർന്നല്ലോ. ഞാൻ മനസ്സിൽ കാണുകയാ ആ കുഞ്ഞിന്റെ മുഖം. ആ, ദാ ഫൈസി വന്നല്ലോ.
സിസേറിയൻ കഴിഞ്ഞോ? കഴിഞ്ഞു. അമ്മാള് സുഖമായിട്ടിരിക്കുന്നില്ലേ? അവൾക്ക് സുഖ. കുഞ്ഞിനെ കിട്ടാൻ താമസമുണ്ടോ? എന്താ ഫൈസി? അത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അമ്മാളുവിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. ഫൈസി എന്താ പറഞ്ഞത്? അമ്മാളുവിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുഞ്ഞിന്റെ ഹാർട്ടിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കള്ളം! എന്താണ് ആ ലേബർ റൂമിൽ സംഭവിച്ചെന്ന് എനിക്കറിയാം. ആ കുഞ്ഞിനെ കൊന്നതല്ലേ? ഇത് തന്നെയായിരുന്നു എല്ലാരും മനസ്സിൽ കണ്ടത്. വയറ്റിൽ വെച്ച് കൊല്ലാൻ കഴിയാഞ്ഞിട്ട് ലേബർ റൂമിൽ വെച്ച് കൊന്നതാ. നിരഞ്ജന, സത്യം അതല്ല. അതിന്റെ ഹൃദയവാൽവിന് എന്തോ തകരാറുണ്ടായിരുന്നു. ഫൈസിക്ക് എങ്ങനെ അതറിയാം? ആരും പറഞ്ഞു തന്നല്ലേ നിങ്ങളോട്? അതിൽ കൂടുതൽ എന്ത് വിവരം ഫൈസിക്ക് അറിയാവുന്നേ? ആ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യം ആർക്കും ഇല്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അതാണ് സത്യമെന്ന് നിങ്ങൾ കരുതുന്നു. ഒരു തെറ്റും ഫൈസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞാനിത് സമ്മതിക്കുന്നു. പക്ഷെ സംഭവിച്ചത് വേറൊന്നാ. വിട്ടുകൊടുക്കില്ല ഫൈസി ഞാനിത്. അമ്മാളുവിന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവരെയും അതിന് കൂട്ടുനിന്നവരെയും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും ഞാൻ.